ദേ കിടക്കുന്നു നോക്ക്. അടിപൊളിട്ടോ, സൂപ്പർ, അടിപൊളി. വയനാട് പുഷ്പോത്സവത്തിലേക്ക് എല്ലാ കുടുംബങ്ങൾക്കും സ്വാഗതം. ദേ കിടക്കുന്നു നോക്ക്. അടിപൊളിട്ടോ, സൂപ്പർ. അപ്പോ ഇത്രയും ഈ ഫ്ലവർ ഷോ എന്ന് പറയുന്നത് ഇങ്ങനെ സെറ്റപ്പ് ആക്കി എടുക്കേണ്ട ഗുട്ടൻസ് എന്താണ്? ഇതിന്റെ ആളെന്ന് പറയുന്നത് സാദിഖ് റഷീദ്. ഞങ്ങൾ രണ്ടുപേരെയും കഴിവാണ് ഇത് മൊത്തത്തിൽ ഇതെല്ലാം ആക്കി സെറ്റപ്പ് ആക്കിയത്. ബ്യൂട്ടിഫുൾ ജനതാ ഗാർഡൻസ് ആണ്. ഇതാ വന്ന് നോക്ക്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോഴേ നമ്മളിന്ന് വന്നിരിക്കുന്നത് വയനാട് കൽപ്പറ്റ പുഷ്പോത്സവം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വയനാടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ വയനാട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലേ വയനാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്നത്. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വല്ലാത്തൊരാഘാതം സൃഷ്ടിച്ച വയനാട് നാടിലെ ആ ദുരന്തത്തിന് ശേഷം വയനാടിൻ്റെ ടൂറിസം മേഖല വല്ലാതെ തകർന്നിരിക്കുകയാണ്. ആ തകർന്ന ടൂറിസം മേഖലയെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സ്നേഹ ഇവൻറ്റ്സ് ഒരുക്കുന്ന പുഷ്പോത്സവം, അതായത് ഈ ഡിസംബർ 31 വരെയുള്ളൂ കേട്ടോ ഈ ഒരു പുഷ്പോത്സവം ഉള്ളത്. അതായത് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 10 മണി വരെയാണ് കേട്ടോ കൽപ്പറ്റ ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ നടക്കുന്നത്. അതായത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു പുഷ്പോത്സവമാണ് കൽപ്പറ്റയിൽ ഒരുക്കിയിട്ടിരിക്കുന്നത്. അതായത് ചെറിയ പൈസയ്ക്ക് വലിയൊരു സംവിധാനമാണ് കേട്ടോ ഈ വയനാട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റിന് വില വരുന്നത്. വയനാട് ജില്ലയിലുള്ള കുട്ടികൾക്ക് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. അത് വയനാട് ജില്ലയ്ക്ക് മാത്രം കേട്ടോ. അല്ലാത്ത മുതിർന്ന കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരു ടിക്കറ്റിന് 60 രൂപ വെച്ചിട്ടാണ്. നമുക്ക് വെറും ഫ്ലവർ ഷോ മാത്രമല്ല, ഇവിടെ കാർണിവലും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ടിക്കറ്റിന് ഇത്ര പൈസ അവർ വാങ്ങുന്നത്. എന്നാൽ തന്നെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനും ഒരുപാട് പൂക്കളെ കാണാനും പരിചയപ്പെടാനും എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു അവസരമാണ്. ഇതാരും പാഴാക്കി കളയരുത്. എല്ലാവരും ഡിസംബർ 31 മുന്നായിട്ട് തന്നെ ഫ്ലവർ ഷോ കാണണം. വന്ന് കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോകണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ വയനാട് പുഷ്പോത്സവം കാണുമ്പോൾ നമുക്കിവിടെ കാർണിവലുണ്ട്. കുട്ടികൾക്ക് ഏന്ത്രൂഞ്ഞാൽ, തോണി, മരണക്കിണർ അന്ന് വേണ്ട ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മാളുകളുണ്ട്. പിന്നെ ഫുഡ് പല സൈസിലുള്ള ബജികൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ മാളുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ ഫ്ലവർ കൊണ്ട് പല രീതിയിലുള്ള മോഡലായിട്ടുള്ള ഓരോരോ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വന്നാലേ കാണാൻ പറ്റുള്ളൂ, ഇവിടെ വന്നാലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ കാണുന്നതൊന്നും അത്തപ്പൂക്കൾ ഇട്ടതല്ല, ഇതൊക്കെ ചെടിയിലാണ് ഈ പൂക്കളൊക്കെ നിൽക്കുന്നത്. അതാണ് നമുക്കിത് കാണുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞു ചെടിയാണെങ്കിൽ പോലും ഒരുപാട് പുഷ്പങ്ങളാണ് ഈ ചെടികൾ നമുക്ക് കാഴ്ച വെച്ചിട്ടുള്ളത് കേട്ടോ. പല വിധത്തിലുള്ള പല കളറുകളിലുള്ള പല നിറത്തിൽ പല വിധത്തിൽ പല മോഡലുകളിലുള്ള ചെടികൾ പുഷ്പങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടേക്ക് ജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ 11 മണി മുതൽ സമയം പറഞ്ഞല്ലോ, 11 മണി മുതലാണ് ഇവിടെ വൈകുന്നേരം 10 മണി വരെയാണ് കേട്ടോ സമയം. അപ്പോൾ ഇപ്പോൾ 11 മണി ആയിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ നന്നായിട്ട് പറ്റി. 11 മണി കഴിഞ്ഞ ഇവിടെ ജനങ്ങളുടെ ഒരു പ്രളയം തന്നെ ആയിരിക്കും കേട്ടോ. എത്ര ജനങ്ങൾ വന്നാലും നമുക്കിവിടെ എല്ലാവർക്കും നടക്കാൻ മാത്രം അത്രയും സ്ഥലത്ത് നമ്മുടെ ഈ പുഷ്പോത്സവം അവർ കാഴ്ച വെച്ചിട്ടുണ്ട് കേട്ടോ. പല വിധത്തിലുള്ള പൂക്കളുണ്ട്. പിന്നെ കാർണിവലാണെങ്കിൽ അതിലേറെ അടിപൊളിയാണ്.
അതൊക്കെ നമുക്ക് കാണാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള പൂക്കൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ പൂക്കളുടെയൊക്കെ വിത്ത് നമുക്കിവിടെ മാളുണ്ട്, അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. കുറഞ്ഞ പൈസ തന്നെ അവിടെ ഇതിനൊക്കെ വാങ്ങണുള്ളൂ കേട്ടോ. എനിക്ക് ഈ പൂക്കളൊക്കെ ഒരുപാട് ഇഷ്ടമായി. പല വെറൈറ്റീസ് കളറുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളറുകൾ, പല കുഞ്ഞു കുഞ്ഞു ഇതളുകളും വലിയ വലിയ ഇതളുകളുമായിട്ടുള്ള ചെടികളും അതിന്മേ വലിയ പൂക്കൾ കേട്ടോ. കുഞ്ഞു ചെടിയാണെങ്കിൽ പോലും അതിന്മേ വലിയ പൂക്കളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കണ്ടാൽ തോന്നും ഇതൊക്കെ പ്ലാസ്റ്റിക് പൂവാണോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ നമ്മളിവിടെ വന്ന് കാണുമ്പോഴാണ് നമ്മൾ ആകെ അന്തം വിട്ടു പോകുന്നത്. അത്രയും ഒരു ഷോ ആണ് കേട്ടോ അത്. ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എൻജോയ്മെൻ്റ് തന്നെയാണ്. പൂക്കളും ചെടികളും കൊണ്ട് പല വിധത്തിലുള്ള ഡിസൈൻസുകളാണ് വരച്ച് വെച്ചിട്ടുള്ളത്. ഇതിലൊക്കെ നിറയെ പൂക്കളാണ്. പിന്നെ ഇത് ഡിസംബർ 31 കഴിഞ്ഞാൽ ഇത് കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ വിൽക്കാനും കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. ഡിസംബർ 31 വരെ ഫ്ലവർ ഷോ ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ താഴെ കുറച്ച് ചെടികൾ കുറഞ്ഞ വിലയ്ക്ക് തന്നെ വിൽക്കാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതികളൊക്കെ നട്ട് നനച്ച് പരിപാലിച്ച് നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനും ചെന്ന് കാണാനും വേണ്ടിയിട്ടാണ് വയനാട് ഇത് ഒരുക്കിയിരിക്കണത് കേട്ടോ. അപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു പുഷ്പോത്സവം തന്നെയാണ് കൽപ്പറ്റയിൽ ഒരുക്കിയിട്ടുള്ളത്. നല്ല പൂക്കൾ കൊലയായിട്ട് പൂത്ത് നിൽക്കുന്ന കാഴ്ച കാണണമെങ്കിൽ കൂട്ടുകാരെ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുള്ളൂ. കാരണം ഇനി ടൈമില്ല. ഡിസംബർ 31 വരെയുള്ളൂ കേട്ടോ ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കാണാൻ പറ്റില്ല. അപ്പോൾ ആരും മിസ്സാക്കരുത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് ഇത് കാണാൻ പറ്റുകയാണെങ്കിൽ കാണണം. ജമന്തികളുടെ ഒരു പൂക്കാലം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പല കളറുകളിലും ഉണ്ട്. പോപ്പി ചെടിയാണെങ്കിലാകട്ടെ ജമന്തി ആണെങ്കിലാകട്ടെ പല കളറ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, ആർക്കായാലും ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ് ഈ പൂക്കൾ എന്ന് പറയുന്നത്. ഇവിടെ കുറേ ചെടികൾ മൊട്ടിട്ട് നിൽക്കുന്നുണ്ട്. പൂവാവുന്നേ ഉള്ളൂ. കുറേ ചെടികളിൽ, അധികം ചെടികളിലും പൂക്കളായി. എന്നാൽ ഇങ്ങനെയുള്ള ചെടികൾ ഇവിടെ ഉണ്ട്. നമ്മൾ അതിൻ്റെ നടുവിലുള്ളത് പൂക്കളാണോ എന്ന് തെറ്റിദ്ധരിച്ച് പോകും. പക്ഷെ അത് പൂക്കളല്ല. ആ ചെടികളുടെ ഇലകളുടെ കളർ ചുമന്ന കളറാണ്. അപ്പം നമ്മളിത് പൂക്കളാണെന്ന് വിചാരിക്കും. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് കാർണിവൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നൈറ്റ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാളിലേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് ചെടികളുടെ വിത്തുകൾ കേട്ടോ. നമ്മുടെ അവിടെ കണ്ട ചെടികളുടെ വിത്തുകൾ കിഴങ്ങുകളായിട്ടാണ് ഇവിടെ വിൽക്കുന്നത്. ഈ ചെടികളുടെയൊക്കെ വിത്താണെന്നാണ് പറഞ്ഞത്. പിന്നെ പാക്കറ്റ് വിത്തുണ്ട് പല വിധത്തിലുള്ള, മുളകായിട്ടും പപ്പായായിട്ടും. അതിൻ്റെയൊക്കെ വിത്തുകളൊക്കെ ഇവിടെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ കിട്ടും. ഞങ്ങളിതിനൊക്കെ വില ചോദിച്ചു നോക്കിയിട്ടോ. വലിയ വിലയൊന്നുമില്ല, പാകത്തെ വില മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കച്ചവടക്കാർ വച്ചിട്ട് ഇതൊക്കെ കാർണിവലിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. പല സാധനങ്ങളുണ്ട്. 20 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, സാധനങ്ങൾ എന്ന് വേണ്ട ഫാൻസി ഐറ്റംസ്, ഡ്രസ്സ്, ചെരുപ്പുകൾ എല്ലാത്തിനും നല്ല വില കുറവുണ്ട് എന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത.
അപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കച്ചവടം കാണും, പൂരം അതുപോലെ പള്ളിപ്പെരുന്നാൾ. പക്ഷെ നമ്മൾ വില ചോദിക്കുമ്പോൾ നല്ല വിലയായിരിക്കും. ഇപ്പോൾ കണ്ടോ 250 രൂപയാണ് ചെരുപ്പിന് സ്റ്റാർട്ടിങ്. എല്ലാ ചെരുപ്പിനും 250 രൂപ. നല്ല നല്ല കളക്ഷനും സെലക്ഷനും ഫാൻസി ഐറ്റംസ്, സ്ലൈഡായിട്ടും ക്ലിപ്പായിട്ടും വാച്ചായിട്ടും കണ്ണടയായിട്ടും കുട്ടികൾക്ക് മാല, വള, മോതിരം എല്ലാം തന്നെ വിലക്കുറവാണ്. പച്ചക്കറി അരിയണ മെഷീനാണ് കേട്ടോ. അപ്പോൾ അതും എല്ലാ കാര്യങ്ങളും ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ദാ ഞങ്ങൾ രാത്രിയാണ്. അപ്പോൾ ഇതിന്മേ കുട്ടികൾ കയറണ പിന്നെ ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ കൂട്ടുകാർ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ എല്ലാവരും വയനാട് ഒരുക്കിയിരിക്കുന്ന പുഷ്പോത്സവം കാണാൻ വേണ്ടി കൽപ്പറ്റയിലേക്ക് പോരുക. അപ്പോൾ രാത്രി ഒരു നൈറ്റ് വ്യൂ നല്ല അടിപൊളിയാണ്. ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ, സ്റ്റേജൊക്കെ ഉണ്ട്. എല്ലാ ദിവസങ്ങളിലും തന്നെ നല്ല ഗാനമേള, ഡാൻസ് എന്ന പരിപാടികളൊക്കെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 60 രൂപയ്ക്ക് എല്ലാതും ഉൾക്കൊണ്ടിട്ടാണ് 60 രൂപയ്ക്ക് ഇവർ ടിക്കറ്റിന് പൈസ വാങ്ങിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വല്ലാത്തൊരു ആഘാതം സൃഷ്ടിച്ച വയനാടിനെ, ആ ദുരന്തത്തിന് ശേഷം വയനാടിൻ്റെ ടൂറിസം മേഖല തകർന്നിരിക്കുകയാണ്. ആ തകർന്ന ടൂറിസം മേഖലയെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സ്നേഹ ഇവൻസ് ഒരുക്കുന്ന വയനാട് പുഷ്പോത്സവം 2024 നവംബർ 29 മുതൽ ഡിസംബർ 31 വരെ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 10 മണി വരെയാണ് കൽപ്പറ്റ ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ നടക്കുന്നത്. രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു പുഷ്പോത്സവമാണ് ഈ കൽപ്പറ്റയിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. വയനാട് ബൈപ്പാസ് ഗ്രൗണ്ടിലാണ്. ഏവർക്കും ചെറിയ പൈസക്ക് വലിയൊരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ. ഉള്ളിൽ കിടക്കാൻ 60 രൂപയുടെ ഫീസ്. ആൾക്ക് 60 രൂപ. കുട്ടികൾക്ക് വയനാട് ജില്ലയിലെ എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഫ്രീ പാസ്സാണ്. 1 മുതൽ 10 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീയാണ്. വയനാട് ജില്ലയിൽ മാത്രം അവരുടെ മാനസിക സമ്മർദ്ദം കുറയുന്ന മേഖലയിൽ നല്ലൊരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. വയനാട്ടിലത്തെ മക്കൾക്കൊക്കെ ഫ്രീ ആണ്. അതിനൊരു കൂടുതൽ